വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിലൂടെ മുഖ്യമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസിനോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് പറഞ്ഞ സന്ദേശം ലോകത്തിനും നഗരത്തിനും വേണ്ടിയുള്ള ആശീർവാദ പ്രാർത്ഥനയിൽ വേദനിക്കുന്ന സഹിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് നടത്തിയ പ്രാർത്ഥനാ വിവരമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇന്ന് ധനകാ തിരുനാളിനോടനുബന്ധിച്ച് ജനുവരി 6 തീയതിയാണല്ലോ നമ്മൾ അത് ആചരിക്കുന്നത്. പൂജരാജാക്കന്മാരുടെ സന്ദർശനവും അതുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. വിശുദ്ധ കവാടം പ്രത്യാശയുടെ ജൂബിലി വർഷം സമാപിച്ചുകൊണ്ട് അടച്ചതും ആ ദിവസം തന്നെയാണ്. അതുമായി ചുറ്റിപ്പറ്റി മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ള ചിന്തകളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ വചനം അല്പം കേട്ടുകൊണ്ട് ഈ മാർപ്പാപ്പയുടെ വിചിന്തനങ്ങളിലേക്ക് കടന്നു വരാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ് ചിന്താവിഷയമായി നമുക്ക് എടുക്കാവുന്നത്. അതിങ്ങനെയാണ്: ഹെരോദസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ ഈശോ ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെരോദസ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും അസ്വസ്ഥമായി. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രയേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ ഹെരോദസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ച അർപ്പിച്ചു. ഹെരോദസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചത് അനുസരിച്ച് അവർ വേറെ വഴിക്ക് മടങ്ങിപ്പോയി. എപ്പിഫനി ധനക ആ തിരുനാളിൻ്റെ അന്ന് ലാറ്റിൻ ക്രമത്തിൽ പൂജരാജാക്കളുടെ സന്ദർശനമാണ് മുഖ്യമായും ഓർക്കുന്നത്. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു വിജാതീയരായ ആളുകൾക്ക് എന്ന അർത്ഥമാണ്. ജനുവരി 6 തീയതിയാണ് സംഭവം നടന്നത്. അന്ന് തന്നെയാണ് ഒരു വർഷം നീണ്ടുനിന്ന, ഒരു വർഷത്തിൽ അല്പം അധികം നീണ്ടുനിന്ന പ്രത്യാശയുടെ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, 2024 ഡിസംബറിലാണ് അത് ആരംഭം കുറിച്ചത്, വാതിൽ തുറന്നത്. അത് അടച്ചത് മറ്റ് ദേവാലയങ്ങളിലുള്ള വാതിലുകളൊക്കെ അടച്ചതിന് ശേഷം ഈ ജനുവരി 6 തീയതിയാണ്. സാധാരണ രീതിയിൽ റോമിൽ വിശുദ്ധ വർഷം പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് അവിടുത്തെ മുഖ്യ ദേവാലയങ്ങളെല്ലാം അതിലെ വാതിലുകൾ തുറക്കാറുണ്ട് വ്യത്യസ്തമായ ദിവസങ്ങളിൽ.
ലാറ്ററൻ ബസിലിക്ക, മാർപ്പാപ്പയുടെ റോമാരൂപതയുടെ ആസ്ഥാന ദേവാലയമാണത്. പിന്നീട് പൗലോസിൻ്റെ നാമത്തിലുള്ള ദേവാലയം നമുക്കറിയാം, അത് മതിലുകൾക്ക് പുറത്താണ്, അങ്ങനെയാണത് അറിയപ്പെടുന്നത്, പൗലോസിൻ്റെ ദേവാലയം. പിന്നീട് മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയം മരിയ മജോരെ, പിന്നെ മറ്റ് ജെറുസലേം ദേവാലയം എന്നറിയപ്പെടുന്ന ഒരു ദേവാലയമുണ്ട്, ബസിലിക്കയാണ്. ഈ ദേവാലയങ്ങളിലൊക്കെ തുറന്ന പത്രോസിൻ്റെ ദേവാലയം അവസാനമാണ്. തുറക്കുന്നത് ആദ്യമാണെങ്കിലും അടയ്ക്കുന്നത് ഏറ്റവും അവസാനമാണ്. അങ്ങനെയുള്ള കർമ്മമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പ്രത്യാശയുടെ ജൂബിലി, പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന നിലയിലാണ് കഴിഞ്ഞ ഒരു വർഷം സഭ നീങ്ങിയത്. നമ്മൾ കഴിഞ്ഞ ഒരവസരത്തിൽ ജൂബിലി വർഷമൊക്കെ അവസാനിച്ച ഒരു പശ്ചാത്തലത്തിൽ എന്തുമാത്രം ചലനം നമ്മളിലുണ്ടായി എന്ന് ചിന്തിക്കാൻ പരിശുദ്ധ പിതാവിൻ്റെ വചനങ്ങൾ ഇടയാക്കുമെന്നാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ടാണ് ഇത് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. പൂജരാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വിദൂരത്ത് നിന്ന് വന്നവരാണ്. നക്ഷത്രമായിരുന്നു അവർക്ക് അടയാളം. അവർ വന്നത് ഹെറോദേസിൻ്റെ ജെറുസലേമിൽ വീട്ടിലാണ്. അവിടെ വന്ന് അന്വേഷിക്കുന്നു എവിടെയാണ് ജനിച്ചത് എന്ന കാര്യം നമ്മളിപ്പോൾ കേട്ടു, വചനത്തിൽ കേട്ടല്ലോ. അപ്പോൾ അവർ പട്ടണമൊന്നും അറിഞ്ഞില്ല. പക്ഷേ ദൂരദേശത്തുള്ള ഈ വിജ്ഞാനികൾ എന്ന് പറയുന്ന, അല്ലെ പൂജരാജാക്കൾ എന്ന് പറയുന്ന ആളുകളാണ് കർത്താവിനെ തേടി വരുന്നത്. ഒരു തേടലിനെ കുറിച്ചൊക്കെയാണ് മാർപ്പാപ്പ ഇവിടെ പറയുന്നത്. അവർ ഹെറോദേസിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ നക്ഷത്രം പിന്നെ അപ്രത്യക്ഷമായി. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് വീണ്ടും നക്ഷത്രം കാണുന്നത്. അതവർക്ക് വലിയ സന്തോഷമായി. നമ്മളത് കേട്ടു. പക്ഷേ അസ്വസ്ഥരായതാരാണ്, ട്രബിൾഡ് ആയത് ആരാണ്? ഹെറോദേസും ജെറുസലേമും മുഴുവനുമാണ്. നോക്കിക്കുക, അതൊരു വലിയ വൈരുദ്ധ്യമാണ് നമ്മൾ കാണുന്നത്. പൂജരാജാക്കന്മാരുടെ അന്വേഷണം നമ്മൾ കാണുകയാണ്. അവരന്വേഷിച്ച് വരികയാണ് ദൂരെ നിന്ന്. സത്യാന്വേഷികളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒതുങ്ങിപ്പോകാതെ സത്യത്തിൻ്റെ അന്വേഷണം, സത്യം തേടുക എന്ന് പറയുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥം ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം, ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് അവതരിപ്പിക്കുമ്പോൾ അവിടെ വിരുദ്ധമായ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും. മാർപ്പാപ്പ അത് സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ, പ്രത്യേകമായി പഠിച്ചിട്ടില്ല. നമ്മളത് പഠിക്കേണ്ടതാണ്. ബൈബിളിൽ അങ്ങനെ ഒരു സത്യമുണ്ട്. ഒന്ന്, ഒരു ചില പ്രതികരണങ്ങൾ എങ്ങനെയാണ്? സന്തോഷത്തോടെ, ഇപ്പം ഇവിടെ നമ്മൾ അവരെ കണ്ടു, ജ്ഞാനികളെ കണ്ടു, സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അതേസമയം അസ്വാസ്ഥ്യതയോടെ ആണ്, അജിറ്റേറ്റഡ് ആണ് സത്യത്തിൽ ജെറുസലേം പട്ടണം മുഴുവനും, അതുപോലെ തന്നെ ഹെറോദേസും. രണ്ട് പ്രതികരണങ്ങളാണ് ഒരേ വെളിപാടിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ മുമ്പിൽ നമ്മൾ കാണുന്നത്. അതുപോലെയാണ് എതിർപ്പ് നമുക്ക് കാണാം, അനുസരണമുള്ളവരെയും കാണാം. ബൈബിളിലുണ്ട് എപ്പോഴും എതിർക്കുന്നവർ, ദൈവത്തെ എതിർക്കുന്നവർ. ഈശോയെ എതിർത്ത് എത്രയോ ആളുകളുണ്ട്. ഈശോയെ വളരെ ഹൃദയപൂർവ്വം സ്വീകരിച്ചവരുണ്ട്. അപ്പോൾ ഒരേ നിമിഷത്തിൽ തന്നെ രണ്ടുമുണ്ടാകാം. മറ്റൊന്ന് ഭയമുണ്ട്, ഭയപ്പെടുന്നവരുണ്ട്, പ്രതീക്ഷിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അന്വേഷിക്കുന്നവരുണ്ട്, ലോങ്ങിങ്, അതിനുവേണ്ടി ദാഹിക്കുന്നവരുണ്ട്. അപ്പം അതുകൊണ്ട് പ്രത്യേക രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാം. ഇന്നത്തെ സംഭവം അത് വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. പൂജരാജാക്കൾ നക്ഷത്രം കണ്ട് സന്തോഷിക്കുകയും അതിനുശേഷം ബെത്ലഹേമിലെത്തുകയും കുഞ്ഞിനെ കണ്ട് ആരാധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാമല്ലോ. മാർപ്പാപ്പ പറയുകയാണ്, ഇന്ന് കർത്താവിൻ്റെ എഫിപ്പനി ആഘോഷിക്കുന്നു. കർത്താവ് തന്നെ വെളിപ്പെടുത്തും, വിജാതിയർക്ക് വെളിപ്പെടുത്തുന്നത് നമ്മൾ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, അവൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് മാറാതിരിക്കാനാവില്ല. അതാണ് മാർപ്പാപ്പ പറയുന്നത്. ഒരു കാര്യവും മാറാതിരിക്കുന്നില്ല. ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ മുമ്പിൽ എല്ലാം ചേഞ്ചഡാകും, മാറും. ഇത് പ്രതീക്ഷയുടെ ആരംഭമാണ്. അതിനെ അടയാളപ്പെടുത്തുകയാണ്. എന്തെന്നാൽ
ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. പിന്നെ ഒന്നും പഴയതുപോലെ ആയിരിക്കുകയില്ല, മാറാതിരിക്കുകയില്ല. അവൻ്റെ സാന്നിധ്യം ഒരു തരത്തിലുള്ള ഇത് മതി എന്ന് പറയുന്ന അമിതമായ ഒരു ആത്മവിശ്വാസം, അതിൽ നിന്ന് നമ്മളെ മാറ്റും, അതിനൊരു അവസാനമുണ്ടാക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം. ഈ അമിതമായ ആത്മവിശ്വാസം ആളുകളെ നിരന്തരം പറയിക്കുന്നു. മാർപ്പാപ്പ നമുക്കോട് പറയുകയാണ് പലപ്പോഴും, ഈ അമിതമായി ഇത് പറയും. എന്താണ്? സൂര്യന് കീഴിൽ ഒന്നും പുതിയതായിട്ടില്ല, എല്ലാം പഴയതേ ഉള്ളതേ, ഒന്നുമില്ല. നമുക്കറിയാം, അത് സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 9 പറയുന്നൊരു വചനമാണ്. എല്ലാം ഒരുപോലെ ഇരിക്കുന്നു, സൂര്യന് കീഴിൽ ഒന്നും പുത്തനില്ല, എല്ലാം പഴയത് തന്നെ എന്ന് പറയുന്നത്. എന്നാൽ ചില പുതിയത് ആരംഭിക്കുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അത് വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും നിശ്ചയിക്കത്ത പോകുന്നതാണ്. ഈ മാറ്റം നമ്മുടെ ജീവിതത്തെ ഇന്നും നാളെയുമായി മാറ്റുമെന്നാണ് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നത്. അങ്ങനെ മാറിയ എത്രയോ ആളുകളുടെ ചരിത്രം ലോകത്തുണ്ട്. ദൈവം ഇടപെടുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ഇടപെടുമ്പോൾ മാറ്റമുണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, നമുക്കറിയാം, ഐസിയാസ് പ്രവാചകനാണ്, യെശയ്യാ പ്രവാചകനാണ് പറഞ്ഞത്, ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അതാണ് ഓരോ വെളിപാടിലും സംഭവിക്കുന്നത്, വെളിപ്പെടുത്തലിലും സംഭവിക്കുന്നത്. അവിടെ നമുക്ക് നിശ്ചലരായിരിക്കാൻ സാധിക്കില്ല, മാറ്റമില്ലാത്തവരായിരിക്കാൻ സാധിക്കില്ല. പരിശുദ്ധ പിതാവ് ആദ്യമേ പറയുന്ന ആമുഖ ചിന്തകളാണിത്. ബൈബിൾ നമുക്ക് തരുന്ന സന്ദേശം വളരെ സുന്ദരമായി മാർപ്പാപ്പ നമുക്ക് അവതരിപ്പിക്കുകയാണ്. മാർപ്പാപ്പ പറയുകയാണ്, ഇത് അതിശയകരമാണ്, അത്ഭുതകരമാണ്. അനേകം പുത്തൻ തുടക്കങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ജെറുസലേം പട്ടണം അസ്വസ്ഥമായത് മാർപ്പാപ്പ പറയുകയാണ് അതിശയമായിരിക്കുന്നു. കാരണം എന്തേറെ പുതുമകളാണ് ജെറുസലേമിൽ നടന്നത്, ജെറുസലേമിൻ്റെ ചരിത്രത്തിൽ. പക്ഷേ ഇവിടെ ഹെറോദേസിനും അദ്ദേഹത്തിൻ്റെ സഹായികൾക്കും ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. പട്ടണത്തിനകത്ത് വിശുദ്ധ ഗ്രന്ഥം പഠിക്കുന്നവരും തങ്ങൾക്ക് എല്ലാം ഉത്തരവുമുണ്ടെന്ന് കരുതുന്നവരും ഉണ്ട് പട്ടണത്തിനകത്ത്. പക്ഷേ ചോദ്യം ചോദിക്കാനുള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെട്ടതായി കാണപ്പെടുന്നു എന്ന് പരിശുദ്ധ പിതാവ് ആ സംഭവത്തെ ആസ്പദമാക്കി നമ്മോട് പറയുകയാണ്. അന്വേഷണ തൃഷ്ണ പരിപോഷിപ്പിക്കാത്തവരുമായി അവരെ തീർന്നിരിക്കുന്നു. അന്വേഷണ തൃഷ്ണ അവർക്ക് നഷ്ടപ്പെട്ടു, അന്വേഷിക്കാനുള്ള ത്വര അവർക്കില്ലാതായി, ആ അഭിലാഷം നഷ്ടപ്പെട്ടവരായി അവർ കാണപ്പെടുകയാണ്. തീർച്ചയായും മാർപ്പാപ്പ പറയുകയാണ്, പട്ടണം ഭയപ്പെട്ടു ഇവരുടെ വരവും ഈ വാർത്തയും കേട്ടപ്പോൾ. പ്രതീക്ഷയാൽ ചലിക്കപ്പെട്ടാണ് ദൂരദേശത്ത് നിന്ന് വന്നവർ, ഈ പൂജരാജാക്കൾ, ജ്ഞാനികൾ. വലിയ സന്തോഷം അനുഭവിക്കുന്നതിന് പകരം അത് കേട്ട് അവർ സന്തോഷിക്കേണ്ടതാണ്. ഈ പട്ടണം അവരെ ഭയം കൊണ്ട് ഭീഷണിയിലായതുപോലെ ആയിപ്പോയി. ഈ പ്രതികരണം സഭ എന്ന നിലയിൽ ഇന്ന് നമ്മളെയും വെല്ലുവിളിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു വയ്ക്കുകയാണ്. അവർക്കുണ്ടായ അനുഭവം ഇന്ന് സഭയ്ക്കുമുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ജാഗ്രത ഉള്ളവരായിരിക്കേണ്ടതുണ്ട്. തുടർന്ന് പരിശുദ്ധ പിതാവ് വിശുദ്ധ വർഷം സമാപിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ ബസിലിക്കായുടെ വിശുദ്ധ വാതിൽ ഇന്ന് നാം അടയ്ക്കുകയാണ്. അത് ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും അവസാനം അടയ്ക്കപ്പെടുന്ന ബസിലിക്കായാണ് വത്തിക്കാൻ ബസിലിക്ക, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. നമുക്ക് അറിയണം, 3,35,00,000 ജനങ്ങളാണ്, സ്ത്രീ പുരുഷന്മാരാണ് വിശുദ്ധ വർഷത്തിൽ ഈ കവാടത്തിലൂടെ കടന്നു പോയത്. മാർപ്പാപ്പ അനേക കോടി, 3,35,00,000 ആളുകൾ കടന്നു പോയെന്നാണ് കണക്ക്.
പ്രതീക്ഷയുടെ തീർത്ഥാടകരായിട്ടാണ് അവർ കടന്നു പോയത്. പ്രതീക്ഷയുടെ തീർത്ഥാടകർ, അതായിരുന്നല്ലോ മുദ്രാവാക്യം നമ്മുടെ, അല്ലെങ്കിൽ ലക്ഷ്യം. പുതിയ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അവർ ചെയ്തത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. പുതിയ ജെറുസലേം, അതിൻ്റെ വാതിലുകൾ എന്നാൽ എപ്പോഴും തുറന്നു കിടക്കുന്നു എന്നാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. 21-ാം അധ്യായം 25, ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന പുതിയ ജെറുസലേം, അതിൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുന്നു. അപ്പോൾ അത് ഇതുമായിട്ടൊരു ബന്ധമുണ്ട്. ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ സംസാരിക്കുന്നത്. മാർപ്പാപ്പയുടെ ഒരു ചോദ്യം: ആരായിരുന്നു ഈ സ്ത്രീ പുരുഷന്മാർ? എന്താണ് അവരെ ഇതിലേക്ക് നയിച്ചത്, മോട്ടിവേറ്റ് ചെയ്തത്? ഈ ജൂബിലി വർഷത്തിൻ്റെ അവസാനം നമ്മുടെ സമകാലികരുടെ ആത്മീയ അന്വേഷണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലും കൂടുതൽ വലുതാണ്, സമ്പന്നമാണ് എന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. അത് വളരെ ശരിയല്ല. ഇത്രയും ആളുകൾ ആ വത്തിക്കാനിൽ വന്ന് വത്തിക്കാൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിച്ചതൊക്കെ വലിയ പ്രതീകാത്മകമായ അർത്ഥമുള്ള കാര്യങ്ങളാണ്. എല്ലാം നശിച്ചു, വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്രമാത്രം ആളുകൾ ഈ തീർത്ഥാടകരായി അവിടെ വന്നത്. അപ്പം മാർപ്പാപ്പ പറയുകയാണ്, നമ്മുടെ സമകാലികരുടെ ആത്മീയ അന്വേഷണം അത്ര വലുതാണ്, നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും വലുതാണ്, മനസ്സിലാക്കാൻ കഴിയുന്നതിലും വലുതാണ് എന്ന് പരിശുദ്ധ പിതാവ് പറയുന്നു. കോടിക്കണക്കിന് ആളുകൾ ഈ പള്ളിയുടെ വാതിലുകൾ അല്ലെങ്കിൽ ഈ പടിവാതിക്കൽ കടന്നു. അവരെന്താണ് കണ്ടത്? അതാണ് അടുത്തൊരു ചോദ്യം മാർപ്പാപ്പ നമ്മോട് ചോദിക്കുകയാണ്. അവരെന്താണ് കണ്ടത്? അവരുടെ ഹൃദയങ്ങളിൽ എന്താണ് ഉണ്ടായിരുന്നത്? അവരിലെ വന്നല്ലോ, അവരുടെ ഹൃദയങ്ങളിൽ എന്താണ് ഉണ്ടായിരുന്നത്? എന്താണ് അവരുടെ ചോദ്യങ്ങൾ? എന്ത് ചോദ്യമായിട്ടാണ് അവർ വന്നത്? അവരുടെ വികാരങ്ങൾ എന്താണ്? ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. അതെ, ഈ ജ്ഞാനികൾ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ്. പഴയ ജ്ഞാനികൾ ഇന്നുമുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടില്ല, അവർ ജീവിക്കുന്നു എന്നൊരു പാഠമാണ് നൽകുന്നത് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. പുറത്തേക്ക് പോയി അന്വേഷിക്കണമെന്ന ആവശ്യം അനുഭവിച്ചവരാണ് ഈ ദേവാലയത്തിൽ വന്നത്. അല്ല അവിടെ വീട്ടിലിരുന്നാൽ മതിയല്ലോ. അവരെ പുറത്തേക്ക് പോയി അന്വേഷിക്കണമെന്ന ആവശ്യം അനുഭവിച്ചറിഞ്ഞവരാണ് ഈ ജനങ്ങളെന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതാണ് അവർ ചെയ്തത്. അതാണ് അവർ തങ്ങളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ധാരാളം അപകട സാധ്യതകൾ ഉണ്ട്, അതെല്ലാം തരണം ചെയ്ത്, അല്ലെ അതിനെ സ്വീകരിച്ചു കൊണ്ടാണ് അവർ വന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്തിൻ്റെ അപകടകരമായ അവസ്ഥകളുണ്ട്. ഇന്നത്തെ ലോകത്തിൽ ഭൗതികതയുണ്ട്, തന്നിൽ തന്നെ ചുരുങ്ങിക്കിടക്കാനുള്ള ചുരുണ്ടു പോകാനുള്ള ഒരു പ്രവണതയുണ്ട്. ആ കാലഘട്ടത്തിലാണ് അവർ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ദേവാലയത്തിലേക്ക് വന്നത്, വാതിൽ കടന്നത്. അത് വലിയ കാര്യമായി മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. വലിയ പ്രത്യാശ നൽകുന്ന കാര്യമാണ്. ഇന്നത്തെ ലോകത്തിന് പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ല. അന്നത്തെ ആ ജ്ഞാനികളെപ്പോലെ, നമ്മൾ പൂജരാജാക്കന്മാരെന്നൊക്കെ അവരെ വിളിക്കാറുണ്ട്, അവരെ പോലെയുള്ള ആളുകളായി ഇവരെ നമ്മൾ കാണണം. മാർപ്പാപ്പ മറ്റൊരു ചിന്തയിലേക്ക് വരികയാണ്. വളരെ പോസിറ്റീവായ ഈ ഒരു വിശേഷണത്തോടെ തുടങ്ങിയിട്ട് പറയുകയാണ്. പ്രാചീന മനുഷ്യരെക്കുറിച്ച് ഒരു ചൊല്ലുണ്ട്. ലത്തീനിൽ അത് പറയും ഹോമോ വിയാത്തോർ, യാത്രക്കാരനായ മനുഷ്യൻ യാത്രക്കാരനാണ്. അവരെ പറ്റിയാണ് ആ ചൊല്ല് പറയുന്നത്. മാർപ്പാപ്പ പറയും, തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ യാത്രയാണ്. ജീവിതം ഒരു യാത്രയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതെല്ലാവർക്കും ബാധകമാണ്. സുവിശേഷങ്ങൾ സഭയെ വെല്ലുവിളിക്കുന്നുണ്ട് ഈ പ്രതിഭാസത്തെ ഭയപ്പെടാതിരിക്കാൻ. യാത്രക്കാരെ നമ്മൾ സുവിശേഷം നോക്കി എല്ലാം യാത്രക്കാരാണ്. അബ്രഹാം യാത്രക്കാരനാണ്, മോശ യാത്രക്കാരനാണ്. എല്ലാ ആളുകളും ഇന്നും നമ്മൾ യാത്രക്കാരാണ് എന്ന ആ സത്യത്തെ ഓർമ്മിക്കണം.
അത് ഭയപ്പെടരുത് എന്നാണ് നമ്മോട് പറയുന്നത്. ഇതിനെ വിലമതിക്കാൻ നാം പഠിക്കണം. യാത്രയെ വിലമതിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മെ താങ്ങുന്ന ദൈവത്തിലേക്ക് അത് നമ്മളെ നയിക്കുകയും ചെയ്യണം, ഓറിയൻറ്റ് ചെയ്യണം, ഉന്മുഖമാക്കണം എന്നും പരിശുദ്ധ പിതാവ് പറയുകയാണ്. അപ്പോഴാണ് യാത്ര അർത്ഥപൂർണമായി തീരുന്നത്. ദേവാലയത്തെ തേടി വരുന്ന ആളുകൾ അതാണ് റോമിലേക്ക് വരുന്നത്. പത്രോസ്, പൗലോസ് ലീഹന്മാരുടെ കബറിടങ്ങൾ കാണാനും അവിടെ പ്രാർത്ഥിക്കാനും അവരുടെ ആ വലിയ രക്തസാക്ഷിത്വത്തെ അനുസ്മരിക്കാനും ധൈര്യം സ്വീകരിക്കാനുമാണല്ലോ അവർ വന്നിരിക്കുന്നത്. ഇവിടെ മാർപ്പാപ്പ പറയുകയാണ്, ദൈവം നമ്മെ ചിലപ്പോൾ അസ്വസ്ഥരാക്കാം, അൺസെറ്റിൽ ചെയ്യാം. എന്നാൽ ദൈവം ജീവിക്കുന്നവനാണ്. ജീവിക്കുന്ന ദൈവത്തെ നമ്മുടെ കയ്യിൽ നമുക്ക് ഒതുക്കാൻ പറ്റില്ല. വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും പ്രതിമകൾ നമുക്ക് വേണേൽ ഉണ്ടാക്കാം, അത് നമ്മുടെ കയ്യിൽ ഉറച്ചു നിൽക്കും. ദൈവം അങ്ങനെയല്ല. ദൈവം നമുക്കപ്പുറത്താണ്, നമ്മുടെ പിടിയിൽ ഒതുങ്ങുന്നവനല്ല. മറിച്ച് അവിടുന്ന് ജീവിക്കുന്നവനും ജീവൻ നൽകുന്നവനുമാണ്. ഇതാണ് സത്യദൈവത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. അവൻ ജീവിക്കുന്നവനും ജീവൻ നൽകുന്നവനുമാണ്. അതെങ്ങനെയാണ്? പരിശുദ്ധ കന്യകാമറിയം അവളുടെ കയ്യിൽ താലോലിച്ച ആ ഉണ്ണീശോയെ പോലെയാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ദൈവം അങ്ങനെയാണ്. അവനെയാണ് ഈ ജ്ഞാനികൾ ആരാധിക്കുന്നത്, ജീവിക്കുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. നമ്മളും ഇന്ന് ജീവിക്കുന്നവനായി ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകണം. അവിടെയാണ് നമ്മൾക്ക് ശക്തിയും അനുഗ്രഹവുമായി തീരുന്നത്. ജൂബിലിയുടെ തീർത്ഥാടന ലക്ഷ്യങ്ങളായ ഒത്തിരി പ്രഖ്യാപിച്ചിരുന്നല്ലോ. ബസിലിക്കകൾ, റോമിലെ ബസിലിക്കകൾ, ലോകത്തിലെ പല ബസിലിക്കകളും സന്ദർശിക്കാൻ അനുവാദമുണ്ടായിരുന്നു. അവിടെയും നമുക്ക് പ്രത്യേകം പോയി പ്രാർത്ഥിക്കാൻ. കത്തീഡ്രൽ പള്ളികൾ, മെത്രാൻ്റെ ദേവാലയമാണ് കത്തീഡ്രൽ, അവിടെ പോകാം. പുണ്യസങ്കേതങ്ങൾ, ഷ്രൈൻസ്, ഒത്തിരി പുണ്യ പള്ളികളുണ്ടല്ലോ, അവിടെയെല്ലാം നമുക്ക് പോകാം. വിശുദ്ധ സ്ഥലങ്ങൾ, അവിടെയെല്ലാം ജീവൻ്റെ അരോമ, ജീവൻ്റെ ഗന്ധം, ജീവൻ്റെ തെളിമ അവിടെ ഉണ്ട്. അത് നമ്മളെ ഓർക്കണം. അവിടെയാണ് മറ്റൊരു ലോകം ആരംഭിച്ചിരിക്കുന്നുവെന്ന അവിസ്മരണീയമായ സാക്ഷാത്കാരം നമുക്കുണ്ടാകുന്നത്. അത് നാം എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജീവൻ വ്യാപിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇതാണ് മാർപ്പാപ്പ ആമുഖമായി പറഞ്ഞത്. മാർപ്പാപ്പയുടെ ഈ സന്ദേശം അല്പം നീണ്ടതാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അത് ചർച്ച ചെയ്യാം. അപ്പോൾ ആമുഖമായി പറഞ്ഞ ചിന്തകൾ ബൈബിളുമായി ബന്ധിപ്പിച്ചതാണ്. നമുക്ക് വലിയ പ്രചോദനം തരുന്ന ചിന്തകളാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞത്. ഹോളി ഇയർ സമാപനം, ധനക ദിനം, അതും എപ്പിഫനി അല്ലെങ്കിൽ ധനക, അതുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് മാർപ്പാപ്പ പറഞ്ഞു തുടങ്ങിയത്. നമുക്ക് കാത്തിരിക്കാം. അടുത്ത എപ്പിസോഡിൽ മാർപ്പാപ്പയുടെ ഈ സന്ദേശത്തിൻ്റെ തുടർച്ച അവതരിപ്പിക്കുന്നതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരസ്പരം പ്രാർത്ഥിക്കാം.